ചില ബിഷപ്പുമാർക്കൊക്കെ അതൊക്കെ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് BJPക്ക് സീറ്റ് കിട്ടണം, അതിനാണല്ലോ വിളിച്ചത്. അല്ല, ഇവരോടുള്ള സ്നേഹം കൊണ്ടല്ലോ. ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള ആർജവുണ്ടോ? ഒരു ആർജവുമില്ല. എന്നിട്ട് BJPക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ BJP ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ നിന്നും. എന്തുകൊണ്ടായിരിക്കും അവര് അങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോ പ്രധാനമന്ത്രി വിളിച്ച ഒരു ക്രിസ്മസ് വിരുന്നിന് സഭാ നേതൃത്വം പങ്കെടുത്തു എന്നതിന് ഒരു രാഷ്ട്രീയ മാനം കൊടുക്കേണ്ടതില്ല. അതിനകത്തൊരു രാഷ്ട്രീയ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്ന് സർക്കാരും അതും പ്രധാനപ്പെട്ട ഒരു തിരുനാളിന് ക്രിസ്മസ് ദിനത്തില് സഭയുടെ നേതാക്കന്മാര്, ക്രൈസ്തവ നേതാക്കന്മാര്, എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുത്തു. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം കാണേണ്ടതില്ല. സജി ചെറിയാനെ പോലെയുള്ള ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അത് അനുചിതമായ പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാനുള്ള ആ ഒരു കരുതലുണ്ടായിരിക്കണം. അതുമാത്രമാണ് കാര്യത്തിൽ പറയാനുള്ളത്.